ബേപ്പൂർ തീരത്ത് അപകടത്തിൽപ്പെട്ട വാൻ ഹായ് കപ്പലിലെ അവശിഷ്ടങ്ങൾ ആലപ്പുഴ കൊച്ചി തീരത്തടിഞ്ഞു. ആലപ്പുഴ കക്കാഴം വളഞ്ഞ വഴി കടപ്പുറത്ത് ഗ്യാസ് ടാങ്കർ എന്ന് സംശയിക്കുന്ന ഭാഗവും ലൈഫ് ബോട്ടും തീരത്തടിഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആലപ്പുഴ ജില്ലാ കലക്ടർ അറിയിച്ചു. ടാങ്കർ ശൂന്യമാണെന്ന് കസ്റ്റംസിൽ നിന്ന് പ്രാഥമിക വിവരം ലഭിച്ചതായും കലക്ടർ. നമ്മൾ അവരുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റെയും ഈ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് വിവരം. അപ്പോൾ ഇവരുടെ ഒരു സാൽവേജ് ടീം വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യാതാ പറഞ്ഞേക്കുന്നത്. നിലവിൽ നമ്മൾ അറിയിപ്പ് അനുസരിച്ച് ഈ കണ്ടെയ്നർ നമ്പർ വെച്ച് വെരിഫൈ നോക്കും ഇത് MD ആണെന്നാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ നമ്മൾ ഈ സൗണ്ട് കേട്ടിട്ട് ആ രീതിക്കാണ് തോന്നുന്നത്. കസ്റ്റംസുകാർ വന്നേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക്. കസ്റ്റംസുകാർ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതേ പ്രൊസീജിയർ തന്നെ കസ്റ്റംസുകാർ വന്ന് ഇത് ഏറ്റെടുത്തു. അവർ തന്നെ എവിടെയെങ്കിലും റീകൺവേ ചെയ്ത് ഒന്നുകിൽ ഇവിടുന്ന് നേരിട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവിടെ ഒരു പോർട്ടൽ എത്തിച്ച് ക്രമീകരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യപ്പെടുത്തുന്ന ആവശ്യമില്ല. പക്ഷേ എന്താണ് നിറയാണോ കാലിയാണോ നമുക്ക് വ്യക്തത വരുത്തിയില്ല. ഇവരുടെ അറിയിപ്പ് അനുസരിച്ച് കാലിയാണെന്നാണ് പറയുന്നത്. അതേസമയം കൊച്ചി ചെല്ലാനം മാലാകപ്പടിയിൽ തീരത്ത് VP അടിഞ്ഞത് പ്രദേശവാസികളെ ആശങ്കയിലാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ ദേവൻ MP, ചെല്ലാനത്ത് നിന്ന് സഹിൻ ആന്റണി എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം സഹിൻ ആന്റണിയിലേക്കാണ്. സഹിൻ, ഈ വീപ്പ എടുത്തു മാറ്റുന്നതിന് വേണ്ടി അവിടെ ഉദ്യോഗസ്ഥർ എത്തിയോ? ബിനിൽ അല്പനേരത്തിനുള്ളിൽ തന്നെ കളക്ടർ ഇങ്ങോട്ടേക്ക് എത്തുകയുള്ളൂ. ഇപ്പോൾ പരിസരവാസികളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഒരു വീപ്പ 200 ലിറ്ററിൻ്റെ ഒരു വീപ്പയാണ് അടിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ചെല്ലാനം മാലാകപ്പടിയിലാണ് ഈ വീപ്പ അടിഞ്ഞത്. എന്തായാലും പ്രദേശവാസികൾ ഈ വീപ്പ കെട്ടി കരയ്ക്കെത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ഇടപെട്ട് അത് തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇനി കളക്ടർ അവിടെ വരികയും കളക്ടർ ഇത് കസ്റ്റംസിന് കൈമാറുകയുമായിരിക്കും ചെയ്യുക. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. അതോടൊപ്പം തന്നെ വാൻഹായ് കപ്പലിൽ നാവികസേനയുടെ ഇടപെടലും ഇന്ന് നടക്കും. നാവികസേന ഉദ്യോഗസ്ഥർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കപ്പലിനകത്ത് പ്രവേശിക്കും. കാണാതായ 4 നാവികരെ കണ്ടെത്തുന്നതിനുള്ള ഒരു നീക്കവും നാവികസേന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ബില്ല്. ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നിരിക്കുന്നത്. ഇനി ദേവൻ MP നമ്മൾ പോകുന്നത്. ദേവൻ, ഈ ടാങ്കർ ഒരു വളഞ്ഞ വഴിയിലാണ് ഒരു ഗ്യാസ് ടാങ്കർ എന്ന് സംശയിക്കുന്ന ഭാഗം എത്തിയത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നാണ് കസ്റ്റംസുകാർ പരിശോധിച്ച ശേഷം കലക്ടർ പറയുന്നത്, അല്ലേ? ഇതിൽ നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് നേരിട്ട് എത്തിയിട്ടില്ല. എന്നാൽ ജില്ലാ കളക്ടർ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരോടായി ഇക്കാര്യം വ്യക്തമാക്കിയത്. കസ്റ്റംസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ അത്തരമൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ ആലപ്പുഴ വളഞ്ഞവഴിയിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറിൽ ഗ്യാസ് ടാങ്കറിൽ ഗ്യാസ് ടാങ്കർ ശൂന്യമാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതൊരു പ്രാഥമിക വിവരം മാത്രമാണെന്നും കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അതിൽ വ്യക്തത വരുത്തുക ഇതുകൂടി കളക്ടർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പ്രദേശത്ത് രാത്രി മുതൽ തന്നെ സുരക്ഷ കനത്ത രീതിയിൽ തന്നെ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവസ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ NDRFന്റെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തിയും അവിടെ അവർ ആളുകളെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് മേഖലയിൽ പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഈ തീരദേശത്തെ ഈ കണ്ടെയ്നർ അടിഞ്ഞപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തീരദേശത്ത് താമസിക്കുന്നവർക്കുണ്ടായിരുന്ന ആശങ്ക ഒഴിവാക്കാൻ കൂടിയാണ് കളക്ടർ ഇത്തരം ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ കണ്ടെയ്നർ ശൂന്യമാണ് എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ കണ്ടെയ്നർ കാര്യം ചെയ്യുന്ന സാൽവേജ് കമ്പനി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അക്കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുമെന്ന് കൂടി കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഓക്കെ. ദേവനാണ് വിവരങ്ങൾ.